For felicitation, we now invite Sri Sunil Kumar KV, Vice President, PTA, AES English Medium School. സുദീർഘമായ പ്രസംഗങ്ങളും അതൊക്കെ നിങ്ങൾ കേട്ടു. ഇനി ഇദ്ദേഹത്തിൻ്റെ പരിപാടി ഒരിക്കലും ഒരു വിശിഷ്ട വ്യക്തിയെ ഇരുത്തിക്കൊണ്ട് ഇത്രയും ദീർഘമായ പരിപാടിയിലേക്ക് കടന്നുപോയി മുഷിപ്പിക്കലില്ല. പക്ഷേ സുഹേലിൻ്റെ പ്രത്യേക അഭ്യർത്ഥനയും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്ന നിലയിൽ ആശംസ പറയുന്നതിൻ്റെ ആ സമയങ്ങളിൽ മാറ്റിവെച്ചും കൂടെ അദ്ദേഹം അവിടെ ക്ഷമിച്ചിരുന്നു. അതുപോലെ തന്നെ നിങ്ങളിരുന്നു. ഇനി ഇതിന് ശേഷം ഒരാൾ കൂടി സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് കാണാം. എന്തിനാണ് നിങ്ങളോട് കൈ ഉയർത്താൻ ഉള്ളത് എന്ന് അദ്ദേഹം നിങ്ങളോട് പറയും. അപ്പോൾ ഇവിടെ PTA വൈസ് പ്രസിഡന്റ് എന്ന രീതിയിൽ ഇവിടെ ഞങ്ങൾ ഓരോ ആളെ ഉദ്ഘാടകനായി തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ വിശിഷ്ട വ്യക്തികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അതിൽ നിന്ന് പഠിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഒരു വലിയൊരു ഇതെന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ മറിമായത്തിൽ തന്നെ ഒരു നിമിഷം പറഞ്ഞൊരു കാര്യമുണ്ട്. പെയിൻറ്റിൻ്റെ പണിക്കൊന്ന് പോകുന്ന ആൾ സ്കൂൾ മീറ്റിങ്ങിന് പോയപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ കുട്ടീനെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കണം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, രാവിലെ മുതൽ വൈകുന്നേരം വരെ പെയിൻറ്റിൻ്റെ പണിയെടുത്ത് ഞാൻ കഷ്ടപ്പെട്ട് വന്നിട്ട് 800 രൂപ കിട്ടി, നിങ്ങൾക്ക് ഫീസും തരണോ? കുട്ടികളെ വീട്ടിലിരുന്ന് പഠിപ്പിക്കാൻ പോകണോ? 8 മണിക്കൂർ മേല നിങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് എന്തേ പഠിപ്പിച്ചാലേന്ന് അങ്ങോട്ട് തിരിച്ചു ചോദിച്ചിരുന്നു വരുമായത്. പക്ഷെ നമ്മളിന്ന് ദീപ മേഡം പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് രക്ഷിതാക്കൾക്ക് വേണ്ടിയല്ല പറഞ്ഞത്. ഇവിടെ സംസാരിച്ച ഓരോ കാര്യങ്ങളും ടീച്ചർമാർ എത്രത്തോളം വിദ്യാർത്ഥികളിലേക്ക്, ആ കുടുംബത്തിലേക്ക്, അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ ഓരോ കുട്ടികളുടെ സ്റ്റാറ്റസും അവരുടെ വീടുകളെ പറ്റിയുള്ള അറിവും ഗൃഹസന്ദർശനം വരെ നടത്തണമെന്നുള്ള മഹത്തായ കാര്യം ഇവിടെ പണ്ടത്തെ ഗുരുകുല സമ്പ്രദായത്തിൽ നിന്ന് ഒക്കെ തുടങ്ങി വന്ന സമ്പ്രദായം, ഇടയ്ക്ക് നമുക്ക് മൊബൈൽ ഫോണിലൂടെ കൈവിട്ടു പോയ ആ ഒരു സമ്പ്രദായം തിരിച്ചു കൊണ്ടുവന്ന രീതിയിൽ സംസാരിച്ചു. ഞാൻ ഇതല്ല ഇവിടെ സംസാരിക്കാൻ വിചാരിച്ചത്. എങ്കിലും ആ മേഡം പറഞ്ഞത് ഓരോ അധ്യാപകരും ഏറ്റെടുത്തുകൊണ്ട് വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കുകയും ഇവിടെ സ്കൂളിലൊക്കെ വളരെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇനി കുട്ടികളിലേക്ക്, അവരുടെ കുടുംബത്തിലേക്ക്, രക്ഷിതാക്കളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഒരു പഠനം കൂടിയാകുമ്പോൾ കുറച്ചും കൂടി സ്കൂളിൻ്റെ യശസ് ഇനിയും മേലേക്ക് വരും. അതുപോലെ തന്നെ സുഗതകുമാരിയും മാധവക്കുട്ടിയും ഒക്കെയാണ് ഞങ്ങൾ പഠിച്ചു വന്നത്, ഞങ്ങൾ മനസ്സിലാക്കി വന്നത്. ഈ സ്കൂളിനകത്ത് മലയാളം പഠിപ്പിക്കുന്ന ടീച്ചർ എല്ലാമായി നമ്മുടെ പ്രീത മാം ഒരു അദ്ദേഹത്തിൻ്റെ കനൽ എന്ന് പറയുന്ന ഒരു കവിത ഇറക്കി. ആ ഒരു പുസ്തകം ഇറക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് പ്രകാശനം ചെയ്തു. 1ഉം 2ഉമല്ല 3ാമത്തെ പതിപ്പാണ് അത് എഴുതാൻ പോകുന്നത്. നമ്മുടെ ഇടയിൽ വായന നശിച്ചു എന്ന് പറയുന്ന രീതികളിലേക്ക് വാട്സപ്പിലും മൊബൈൽ ഫോണിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ടീച്ചറുടെ ചെറിയ കവിതകളിലൂടെ പ്രണയവും വേദനയും കുട്ടികളുടെ ഭാവിയിലേക്ക് നടക്കുന്ന ഇന്നത്തെ ഓരോ സമൂഹത്തിൻ്റെ അപജയങ്ങളൊക്കെ ടീച്ചർ വേദനാജനകമായിട്ടും എന്ത് പറയേണ്ട വിഹ്വലതകളായിട്ടും ഒക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ടീച്ചർ കവിത വായിക്കുക, അതുപോലെ ഇതുപോലൊരു ടീച്ചറെ ഈ സ്കൂളിനകത്ത്, ഈ ഗ്രാമത്തിനകത്ത് കിട്ടിയ ഞങ്ങൾക്കൊക്കെ അഭിമാനിക്കാം. അപ്പോൾ ഈ വൈകിയ വേളയിൽ ഇതുപോലെ ഇത്രയും സമയം ഇത് ശ്രവിച്ചതും അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് ഇനിയുള്ള കാര്യങ്ങളും ഇതുപോലെ തന്നെ അച്ചടക്കത്തോടെ ക്ഷമയോടുകൂടി കാണണമെന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. PTA ഈ സ്കൂളിനകത്ത് ഒരിതുണ്ട്. PTA എന്നോ മാനേജ്മെൻ്റ് എന്നോ മറ്റു രീതിയിലുള്ള യാതൊരുവിധ വ്യത്യസ്തതകളില്ലാത്ത ഒരു സ്കൂളാണ്. എല്ലാവർക്കും ഇടപെടാനും എല്ലാ കാര്യങ്ങളും നല്ലത് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മാനേജ്മെൻറ്റിൻ്റെ ഇവിടെ. അതാണ് നമ്മുടെ സ്കൂളിൻ്റെ ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് വൈസ് പ്രസിഡന്റ് എന്ന രീതിയിൽ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. 5th standard, 3rd place goes to Niranjana CP. Cash prize sponsored by Shridhi ma'am. Then 6th standard, 1st place goes to Deepta Ritesh. Cash prize sponsored by Dr. Anjana Puthalat, our former student. Thank you, sir. Now we invite Srimati Sijisha KK, President, Mother PTA, AES English Medium School, for felicitation and also to distribute the prizes. എല്ലാവർക്കും നമസ്കാരം. AESന്റെ 22ാം വാർഷികമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആശംസ അറിയിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഈ പരിപാടിക്ക് എൻ്റെയും PTAയുടെയും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. Now ma'am, prize distribution. 6th standard, 2nd place goes to Punya K. 3rd place Arush S. Cash prize sponsored by Anjana Puthalat, our former student. Dr. Anjana Puthalat, our former student. Thank you, ma'am.
We invite our principal, Srimati Ramadevi APM, to distribute the prizes. 6th standard, 3rd place goes to Anshia Shiju. Cash prize sponsored by Sri Anish Babu, our former manager. Anshia Shiju. Seventh standard, first place goes to Aira Meher. Aira Meher. Cash prize sponsored by Shamina ma'am. Thank you ma'am. Now we invite our PTA president to distribute the prize. 7th standard, 2nd place goes to Nihara P. Cash prize sponsored by Vidya ma'am, mother of Sanvi P. Then 3rd place goes to Fatimatul Minha. Cash prize sponsored by Shanij in memory of Sri KP Ramachandra Master, retired HM, Muringeri UP. Thank you sir. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ക്ഷമയോട് സഹിച്ച വിനോദേട്ടന് വേണ്ടി വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളേവരും കാത്തിരുന്ന അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിന് വേണ്ടി. അപ്പോൾ താങ്ക് യു ഓൾ. വിനോദേട്ടനെ പെർഫോമൻസിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വിനോദ് കോവൂർ സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ തന്നെ കലാരംഗത്ത് മികവ് തെളിയിച്ച ഈ കലാകാരൻ സോഷ്യോളജി മലയാളത്തിൽ ബിരുദവും ഹോട്ടൽ മാനേജ്മെന്റിൽ ഡിപ്ലോമയും കരസ്ഥമാക്കി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരു നമസ്കാരം തിരിച്ചു പറയോ? മക്കൾ പറഞ്ഞേ നമസ്കാരം. താങ്ക് യു മക്കളെ. ഞാൻ ഒരുപാട് നേരമായി എൻ്റെ ഊഴം കാത്തിരിക്കുന്നു. എൻ്റെ ഊഴം ആദ്യമായിരുന്നു. അപ്പം ആദ്യം ഞാൻ എൻ്റെ ഊഴത്തിലേക്ക് പോന്നാൽ ഞാനിങ്ങനെ നിങ്ങളുമായിട്ട് കുറേ നേരം സംസാരിക്കും. അപ്പം അത്രയും നേരം എൻ്റെ പുറകിലിരിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ബോറടിയാവും എന്ന് കരുതി ഞാൻ PTA പ്രസിഡൻ്റായ എൻ്റെ സുഹൃത്തിനോട് സുഹൈലിനോട് പറഞ്ഞു, സുഹൈലെ എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞോട്ടെ, എന്നിട്ട് ഞാൻ സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും വേദി വിട്ട് ഇറങ്ങാലോ, ആരെയും ബോറടിപ്പിക്കണ്ടല്ലോ. അപ്പം അത്രയും നേരം ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുത്തു. എന്നാലും വളരെ സന്തോഷം, AES ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഈ വാർഷികാഘോഷവേളയിൽ ഒരു മുഖ്യാതിഥിയായിട്ട് ഇവിടെ വരാൻ സാധിച്ചത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഓരോ സ്കൂളിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് കോട്ടക്കലായിരുന്നു, അതിന് തൊട്ട് മുമ്പ് ദിവസം തിരൂരായിരുന്നു, ഇന്ന് കണ്ണൂർ, ഇനി മറ്റന്നാൾ ഞാൻ പാലക്കാടാണ്. അങ്ങനെ പല സ്കൂളുകളിലും പോകാനുള്ളൊരു ഭാഗ്യം കലാകാരനായതുകൊണ്ട് മാത്രം കിട്ടുന്നൊരു ഭാഗ്യമാണത്. ആ ഭാഗ്യം നന്നായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് വരാനൊരു പ്രത്യേക ഇഷ്ടം ഉണ്ടായത് എൻ്റെ പ്രിയ സുഹൃത്ത് സുഹൈലാണ്. സുഹൈൽ ഈ സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റാണ്. സുഹൈലിൻ്റെ 2 മക്കൾ ഇവിടെ പഠിക്കുന്നു. സുഹൈൽ ഞങ്ങളുടെ മറിമായത്തിലെ ഓരോ താരങ്ങളുടെയും പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്. ആ സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിൽ മറിമായത്തിൻ്റെ പല എപ്പിസോഡുകളിലും സുഹൈലും അഭിനയിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ണൂരൊക്കെ ഞങ്ങൾ മറിമായം ടീം വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹകരണങ്ങളും സഹായങ്ങളും ചെയ്തു തരുന്നത് സുഹൈലാണ്. അങ്ങനെയാണ് ഈ സ്കൂളിൻ്റെ വാർഷികം കൊണ്ട് വിനോദേട്ടൻ വരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഈ ദിവസം ഞാൻ മാറ്റിവെച്ചതാണ്. കാലത്ത് ഞാൻ വന്നു. ഉച്ച കഴിയുമ്പോഴേക്കും ഞാൻ സുഹൈലിൻ്റെ വീട്ടിലെത്തി. അവിടെ നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി. സുഹൈൽ ഇവിടെ പുതിയ ഒരു വീട് പണിതിട്ടുണ്ട്, താജ്മഹൽ പോലെ ഒരു വീട്. ആ വീട്ടിൽ കുറേ നേരം കിടന്നുറങ്ങി റെസ്റ്റ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും വളരെ സന്തോഷം. ഇനി അങ്ങോട്ട് കുറച്ച് സമയം നമ്മൾ ആഹ്ലാദിക്കാൻ പോവാണ്, ചിരിക്കാൻ പോവാണ്, ചിന്തിക്കാൻ പോവുകയാണ്, കൈയടിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ചെന്ന് കേൾക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ലൈറ്റ് ഒരു ലൈറ്റ് ഓഡിയൻസിന് കൊടുക്കുമോ? ഒറ്റ ലൈറ്റ് എനിക്ക് ഒന്ന് മതി. ഓക്കെ, താങ്ക് യു. കൈയടി എന്ന് പറയുന്നത് 2 കൈകൾ തമ്മിൽ സ്നേഹിക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. 2 കൈകൾ തമ്മിൽ സ്നേഹിക്കുമ്പോഴാണ് കയ്യടികൾ ഉണ്ടാകുന്നതെങ്കിൽ ആ കയ്യടി ഇന്നിവിടെ സമ്മാനം വാങ്ങിച്ച കുട്ടികൾക്കൊക്കെ കിട്ടുന്ന വലിയ പ്രോത്സാഹനമാണ്. അത് കൊടുക്കാൻ പിശുക്ക് കാണിക്കരുത് നിങ്ങൾ. എനിക്ക് പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട്. സുഹൈൽ ഒരു തവണ പറഞ്ഞു, ഞാനും സുഹൈലും ഇങ്ങനെ കൈയടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഓഡിയൻസൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്.
അങ്ങനെ പാടില്ല. നമ്മുടെ മക്കളല്ലേ, ഈ ചെറുപ്രായത്തിൽ അവർക്ക് ഓരോ സമ്മാനങ്ങൾ കിട്ടുമ്പോൾ നമ്മളാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. കയ്യടി എന്ന് പറഞ്ഞാൽ വലിയ പ്രോത്സാഹനമാണ് കേട്ടോ. പിന്നെ ഈ കയ്യടിക്ക് മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഒരുപാട് നേരം കയ്യടിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം വളരെ കൃത്യമായിട്ട് നടക്കും എന്നാണ് പറയുന്നത്. ഞാനൊക്കെ ദിവസവും രാവിലെ ചെയ്യുന്നൊരു എക്സസൈസാണ്. 100 തവണ നമ്മളിങ്ങനെ കൈയടിക്കുക. 100 തവണ കൈയടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കും. അപ്പോൾ കുറേ നേരം കൈയടിക്കുമ്പം എല്ലാവർക്കും ഗുണമാണ്. പിന്നെ സ്റ്റേജിലിരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന വലിയ പ്രോത്സാഹനവുമാണ്. അതാണ് കയ്യടിയുടെ ഒരു ശാസ്ത്രം. അപ്പോൾ എല്ലാവരും നന്നായിട്ടൊന്ന് കൈയടിച്ചേ. ഇനി ആരുടെ കയ്യിലും മൊബൈലും ഒന്നും വേണ്ട കേട്ടോ. മൊബൈലൊക്കെ അവിടെ വെക്കുക. കൈ എനിക്ക് ആവശ്യമുണ്ട്. ഇന്ന് AES സ്കൂളിൻ്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ വാർഷികമാണ്. കുട്ടികളെ മാത്രമല്ല പേരൻസിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ ഞാൻ എൻ്റർടൈൻ ചെയ്യും. അപ്പോൾ തന്നെ എല്ലാവരുടെയും സഹകരണം എനിക്ക് ആവശ്യമുണ്ട്. എൻ്റെ കൂടെ ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനും ഒക്കെ റെഡി ആയിക്കോളും. എല്ലാവരും റെഡിയല്ലേ മക്കളെ? റെഡിയല്ലേ മക്കളെ? ഞാൻ ഹലോ എന്ന് പറയുമ്പം നിങ്ങൾ എന്നോട് ഹായ് എന്ന് പറയണം. ഞാൻ ഹായ് എന്ന് പറയുമ്പം നിങ്ങൾ എന്നോട് തിരിച്ച് ഹലോ എന്ന് പറയണേ. അത് നമ്മൾ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഹലോ, ഹായ്, ഹലോ, ഹായ്. താങ്ക് യു. കുട്ടികൾ നേരത്തെ സുഹേൽ പറഞ്ഞ പോലെ കുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറാവാൻ കാരണം ഒരുപാട് സ്കൂളുകളിൽ ഇതിനകം കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനൊക്കെ പോകാറുണ്ട്. ഒരു കാലത്ത് അധ്യാപകനായിരുന്നു ഞാൻ. ആ ജോലിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കലയിലേക്ക് പ്രവേശിച്ചത്. എന്തായാലും മറിമായവും MAT മൂസയും എനിക്കുണ്ടാക്കി തന്ന സൽപ്പേര് വലുതാണ്. ലോകം മുഴുവനുള്ള മലയാളികളുടെ മനസ്സിൽ ഇടം നേടാൻ ഈ 2 പരിപാടികളും സാധിച്ചു എന്നുള്ളതാണ്. MAT മൂസ എന്ന പ്രോഗ്രാം മീഡിയ 1-ൽ 4 വർഷമാണ് ഉണ്ടായത്. ഇപ്പോൾ ആ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തിട്ട് 8 വർഷമായി. പക്ഷെ ഇന്നും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മൂസയും പാത്തും പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴും ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഇന്ന് ഞാൻ ട്രെയിനിൽ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കണ്ണൂർ എത്തുന്നത് വരെ എന്നെ ട്രെയിനിൽ നിന്ന് ഒരു 100 പേരെങ്കിലും മൂസക്കായി എന്ന് വിളിച്ചിട്ടുണ്ടാവും. മൂസക്കായി എങ്ങോട്ടോ പോണേ? മൂസക്കായിൻ്റെ എന്താ പരിപാടി? മൂസക്കായി സുഖമല്ലേ? അല്ലാത്ത ആളുകൾ മൊയ്തുക്കാന്ന് വിളിക്കും. വിനോദി എന്ന് എന്നെ പലരും വിളിക്കാറില്ല. സ്വന്തം പേര് ആരും വിളിക്കാറില്ല. എല്ലാവരും മറന്നു പോയിരിക്കണം. അപ്പം അത് സന്തോഷമാണത്. MAT മൂസ വിജയകരമായിട്ട് ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ലോകം മുഴുവൻ കാണാനുള്ള ഭാഗ്യം ദൈവം ഉണ്ടാക്കി തന്നു. കുട്ടിക്കാലത്ത് സ്വപ്നം കണ്ട അമേരിക്ക, ഓസ്ട്രേലിയ, ലണ്ടൻ ഈ സ്ഥലങ്ങളിലെല്ലാം പോകാനുള്ള ഭാഗ്യം ഉണ്ടായി. മറിമായവും അങ്ങനെ തന്നെ. 16 വർഷമായി മറിമായം അളവിൽ മനോരമയിൽ തുടങ്ങിയിട്ട് 16 വർഷം. ഈ 16 വർഷം കൊണ്ട് 950ഓളം എപ്പിസോഡുകൾ ആയി. ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്ന് 8:30 മണിക്ക് കാണിക്കുന്ന എപ്പിസോഡ് 951ാമത്തെ എപ്പിസോഡാണ്. അപ്പം മറിമായത്തിൽ 951 കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കടക്കമുള്ള താരങ്ങൾക്കൊക്കെ ഉണ്ടായെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. എത്ര തവണ ഡോക്ടറായി, എത്ര തവണ വില്ലേജ് ഓഫീസറായി, എത്ര തവണ വക്കീലായി എന്നെനിക്കറിയില്ല. അത്രയേറെ സന്തോഷമുണ്ട്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് മറിമായം. ഞാൻ ഇന്ന് വരുമ്പോൾ ട്രെയിനിൽ വെച്ച് ഒരു 72 വയസ്സുള്ള ഒരാൾ എൻ്റെ മുമ്പിലിരിക്കണം. അപ്പം അയാൾ എന്നെ കണ്ട ഉടനെ എൻ്റെ 2 കൈയും പിടിച്ചു. മൊയ്തുക്ക, ഞാൻ ഈ കയ്യിലൊന്ന് ഉമ്മ വെച്ചോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ കയ്യിൽ ഉമ്മ വെച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളോടൊക്കെ ഭയങ്കര നന്ദിയുണ്ട്. കാരണം മറിമായം അത്രയും നല്ല മെസ്സേജുകളാണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസിൽ ഒരു കാര്യത്തിന് പോയി. 72 വയസ്സുണ്ട് എനിക്ക്. ഞാൻ ചെന്ന ദിവസം അവർ മറ്റന്നാൾ വരൂ, ഇന്ന് ആ സെഷൻ ക്ലർക്ക് ലീവാണെന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞയച്ചു. മറ്റന്നാൾ എന്നപ്പം 4 ദിവസം കഴിഞ്ഞിട്ട് വരൂ, അത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ആ പേപ്പറൊക്കെ തേടിയെടുക്കാൻ എന്ന് പറഞ്ഞ് വിട്ടു. 4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോൾ അതെനിക്ക് ചെറിയ തലകറക്കുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മകൻ്റെ കുട്ടിയെയും കൊണ്ടാണ് പോയത്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോള്, അവളെയും കൊണ്ടാണ് പോയത്. അന്നും ചെന്നപ്പോൾ അവർ വീണ്ടും മറ്റൊരു ഡേറ്റിലേക്ക് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് വളരെ താഴ്മയായിട്ട് പറഞ്ഞു, 72 വയസ്സുള്ളൊരു വൃദ്ധനാണ് ഞാൻ, എന്നെ 2 തവണയായി നിങ്ങൾ പറഞ്ഞയക്കണം, ഇനിയും ഞാൻ 4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരണോ എന്ന് ചോദിച്ചപ്പം അയാൾ അങ്ങനെ തട്ടിക്കയറി, ആ വരേണ്ടി വരും, നിങ്ങളുടെ ആവശ്യമല്ലേ, ഞങ്ങളുടെ ആവശ്യമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം ഈ കൊച്ചുമോള് പറഞ്ഞു, അച്ചച്ച ഇത് നമ്മൾ മറിമായത്തിൽ കാണുന്ന സത്യമാണ് അച്ചച്ച, അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് ആ കൊച്ചുമോള് പറഞ്ഞപ്പം ആ ഉദ്യോഗസ്ഥൻ്റെ മുഖത്ത് ഒരു ജാള്യത വന്നു. തിരിച്ചു പോകുമ്പോഴത്തേക്കും ഈ മനുഷ്യനെ തിരിച്ചു വിളിച്ചു, ഇങ്ങോട്ട് വരൂ, ഇവിടെ ഇരിക്കൂ,
എന്ന് പറഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേപ്പർ ശരിയാക്കി കൊടുത്തു. എന്തിനാ മോൾക്കൊരു ഷൈക്കൻഡും കൊടുത്തു അത്രേ. അപ്പം അത് ആ കുട്ടി സ്ഥിരമായിട്ട് മറുമായം കാണുന്നത് കൊണ്ടാണ് ആ കുട്ടിക്ക് ആ സമയത്ത് പ്രതികരിക്കാൻ തോന്നിയത്. പ്രതികരണശേഷി ഉണ്ടാവണം കുട്ടികൾക്ക്. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാനാണ് നമുക്ക് ഈ ചൂണ്ടുവിരൽ തന്നിരിക്കുന്നത്. അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ആരായാലും. അപ്പം മറുമായം കൊണ്ട് അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ പല ദിക്കിലും ഉണ്ടായിരുന്നു കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. ഇനിയും ഒരു ജന്മം എനിക്കുണ്ടെങ്കിൽ, നമ്മളൊക്കെ 2ാം ജന്മത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്, എനിക്ക് ഇങ്ങനെ തന്നെ ഒരു വിനോദ് കപൂറായിട്ട് ജനിച്ചാൽ മതി എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കലാകാരനായിട്ട് തന്നെ ജനിക്കണം, കലാകാരനായിട്ട് തന്നെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ഇത്രയും സുന്ദരമായൊരു മേഖല വേറെ ഇല്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എല്ലാ കുട്ടികളെയും പിടിച്ച് ഡോക്ടറും എഞ്ചിനീയറും വക്കീലും ആക്കി കളയരുത്. നേരത്തെ സുഹേൽ പറഞ്ഞിരുന്നു, ഒരു പൂന്തോട്ടമാകുമ്പം ആ പൂന്തോട്ടത്തിൽ എല്ലാത്തരം പൂക്കളും വേണം. അപ്പോഴാണ് ആ പൂന്തോട്ടത്തെ കാണാൻ ഭയങ്കര രസം. അപ്പം നമ്മുടെ സമൂഹത്തിൽ എല്ലാത്തരം ആളുകളും വേണം. കലാകാരന്മാർ വേണം, സാഹിത്യകാരന്മാർ വേണം, സ്പോർട്സ് പ്രേമികൾ വേണം, ഡോക്ടർമാർ വേണം, എഞ്ചിനീയർമാർ വേണം, എല്ലാവരും വേണം. കുട്ടികൾക്ക് കലയിൽ താല്പര്യമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കണ്ണൂരാണിത്. ഇത്തവണ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ കിരീടം കൊണ്ടുവന്ന നാടാണ്. ഇത്തവണ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ മിമിക്രി മോണോക്ട് ഇനങ്ങളുടെ വിധികർത്താവായിരുന്നു ഞാൻ. അവിടുന്ന് എനിക്ക് നേരത്തെ കിട്ടിയിരുന്നു കണ്ണൂരാണ് സമ്മാനം അടിക്കാൻ പോകുന്നത്, അവരെത്രയോ മുമ്പിലാണ് എന്ന്. ഒരുപാട് കലയെ സ്നേഹിക്കുന്ന കലാകാരന്മാരുള്ള നാടാണ് കോഴിക്കോട് കഴിഞ്ഞ കണ്ണൂർ. അപ്പം കുട്ടികൾ കലയിൽ താല്പര്യമുണ്ടെങ്കിൽ അവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. അവർക്ക് ഒരുപാട് അവസരങ്ങൾ കാത്തിരിക്കുകയാണ്. ഇപ്പം റിയാലിറ്റി ഷോയിലും അത് മുഴുവൻ കുട്ടികൾ പെർഫോം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? വലിയ ആളുകളെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് ചില കുട്ടികൾ കാഴ്ചവെക്കുന്നത്. കല അത്ര മോശപ്പെട്ടൊരു കാര്യമല്ല. പരിഭാവനമായി കൊണ്ടു നടന്നാൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് കല. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. ഏകദേശം ഒരു വർഷം മുമ്പ് ഞാൻ ദുബായിലേക്ക് ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ എൻ്റെ കൂടെ ഒരു ചെറിയ മോളും ഉണ്ട് പാടാൻ. റിയാലിറ്റി ഷോയിലൊക്കെ പാടുന്ന കുട്ടിയാണ്. ആ കുട്ടിയും കുട്ടിയുടെ അച്ഛനുണ്ടായി. അവിടെ ചെന്ന് കുട്ടി ട്രെയിനിൽ എൻ്റെ ഭയങ്കര കമ്പനിയായി. അവൾ എൻ്റെ മൊബൈൽ ഫോൺ വാങ്ങി എൻ്റെ മൊബൈൽ ഫോണിൽ ഗെയിം കളിക്കുന്നു, പല വിനോദത്തിലാണ്. പ്രോഗ്രാം സ്ഥലത്തെത്തിയിട്ടും അവൾ സ്റ്റേജിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് എൻ്റെ മൊബൈലിൽ ഇങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ പാട്ടിന് സമയമായപ്പോൾ അനൗൺസ് ചെയ്തു. അവൾ വന്നു, മനോഹരമായിട്ട് പാടി, ആളുകളൊക്കെ കൈയടിച്ചു. വീണ്ടും അവൾ വന്ന് ഗെയിം കളിക്കാൻ തുടങ്ങി. വീണ്ടും അവളെ വിളിച്ചു. അങ്ങനെ 3 പാട്ടാണ് കുട്ടി പാടി ആ പ്രോഗ്രാമിൽ. ഞാൻ എൻ്റെ കോമഡി ഷോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും. പരിപാടി കഴിഞ്ഞപ്പം സംഘാടകർ ഈ കുട്ടിയുടെ കയ്യിലൊരു ചെക്ക് കൊടുത്തു കേട്ടോ. കുട്ടിക്ക് ചെക്ക് എന്താണെന്ന് അറിയില്ല, 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്. കുട്ടി ഈ ചെക്ക് നേരെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു. അച്ഛൻ ഈ ചെക്കൊന്ന് നോക്കി. ഇതിന് അച്ഛനൊന്ന് ഞെട്ടി. ഇന്നൊരു അച്ഛൻ സ്വകാര്യമായിട്ട് എന്നോട് ചോദിച്ചു, വിനോദേ, ഇത് എൻ്റെ മോൾക്കും വിനോദിനും കൂടിയുള്ള ചെക്കാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അല്ല, ഇത് ഈ ചെക്കിൽ നിങ്ങളുടെ മോളെ പേരല്ല എഴുതിയിരിക്കുന്നത്, ഇത് നിങ്ങളുടെ മോൾക്കുള്ള ചെക്കാണ്, എനിക്കുള്ള ചെക്ക് വേറെ ഉണ്ട് എന്ന് പറഞ്ഞപ്പം ആ അച്ഛൻ നെഞ്ചത്ത് കൈവച്ച് എന്നോട് പറയാണ്, ദൈവത്തിന് നന്ദിയുണ്ട് വിനോദേ, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ ഞാൻ 3 മാസം ജോലി ചെയ്താൽ കിട്ടുന്ന വരുമാനമാണ് വെറും 3 പാട്ടുകൾ പാടിയിട്ട് എൻ്റെ മോള് നേടിയിരിക്കുന്നത്. അപ്പോൾ ആ ചെക്കിലെ എമൗണ്ട് എത്രയായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഇതാണ് കല. 3 വയസ്സുള്ള കുട്ടി ആ വീട്ടിലേക്ക് ഇത്രയും നേരത്തെ വരുമാനം കൊണ്ടുവരികയാണ്. ഇനിയും ആ കുട്ടിക്ക് കാലങ്ങൾ കിടക്കുകയാണ്. ആ കാലത്തോളം ആ കുട്ടി ഇനിയും ഒരുപാട് വരുമാനം കൊണ്ടുവരും. ഒരുപാട് നാളുകളിൽ ഈ അച്ഛൻ്റെ കൈയും പിടിച്ച് ആ കുട്ടിക്ക് നടക്കാനുള്ള ഭാഗ്യവും ഉണ്ടാവും. ഇതാണ് കല. കലാകാരന്മാരെ അത്രയും സ്നേഹിക്കുന്ന ആളുകൾ ഈ ഭൂലോകത്തുണ്ട്. എനിക്കുള്ള സന്തോഷം അതാണ്. എവിടെ പോയാലും ആളുകൾ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഞാനിന്നിവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പല കൂട്ടുകാരും ഈ കൂട്ടത്തിലിരിക്കുന്നുണ്ട്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സന്തോഷേട്ടനും ധന്യയും അവരിവിടെ എത്തിയിട്ടുണ്ട്. എത്രയോ ദൂരെ നിന്ന് അവരിവിടെ വന്നിരിക്കുകയാണ്. ഈ പരിപാടി കഴിഞ്ഞാൽ എന്നെ സ്റ്റേഷനിൽ കൊണ്ടുവിടുന്നതും എനിക്ക് ഭക്ഷണം വാങ്ങിത്തരാനൊക്കെയാണ് അവർ വന്നിരിക്കുന്നത്. അത് എന്നോടുള്ള ഇഷ്ടമാണ്. ഒരു പ്രിയ വന്നിട്ടുണ്ട്, നമ്പ്യാർ വന്നിട്ടുണ്ട് ഇവിടെ. നമ്പ്യാരെ കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. നമ്പ്യാർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ, ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കൂ നമ്പ്യാരെ. ഈ നമ്പ്യാർ 81 വയസ്സുള്ള ഒരാളാണ് കേട്ടോ. ഇദ്ദേഹം
മഴവിൽ മനോരമയിലെ ബമ്പർ ചിരി എന്ന പ്രോഗ്രാമിൽ ഈ അടുത്ത കാലത്ത് ഗംഭീര ഒരു പെർഫോമൻസ് നടത്തി അവിടുന്ന് അവാർഡൊക്കെ മേടിച്ച ഒരാളാണ്. 10-25 വർഷം മിലിറ്ററിയിലായിരുന്നു. ഇപ്പം അദ്ദേഹം സമയം മുഴുവൻ ചെലവഴിക്കുന്നത് അഭിനയത്തിന് വേണ്ടിയിട്ടാണ്. 81 വയസ്സിലും ഭയങ്കര ആവേശമാണ് അദ്ദേഹത്തിന്. ഞാനിന്നിവിടെ നമ്പ്യാർ വളരെ മുമ്പേ എൻ്റെ വലിയ ആരാധകനാണ്. എന്നോട് പറയും, വിനോദ്, എനിക്ക് വിനോദിനൊന്ന് നേരിട്ട് കാണണം, എന്നെങ്കിലും കണ്ണൂർ വരുമ്പോൾ എന്നെ ഒന്ന് കാണണം, എന്നെ വിളിക്കൂ, ഞാൻ ഇത്രയും പ്രായമുള്ള ഒരാളാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പം ഞാൻ നമ്പ്യാരെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്പ്യാരെ ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന്. അങ്ങനെ ഞാൻ സുഹേലിനെയും കുട്ടി ആദ്യം നമ്പ്യാരുടെ വീട്ടിലാണ് പോയത്. അദ്ദേഹത്തിനുണ്ടായ സന്തോഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ ഉണ്ടായ സന്തോഷം വലുതാണ്. അപ്പം അദ്ദേഹത്തെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചു, എൻ്റെ പരിപാടി കാണാൻ വരണം. അദ്ദേഹം ഇവിടെ വന്നിരിക്കുകയാണ്. ഈ ഒരു ചുറുചുറുക്ക് 81 വയസ്സിലും കുട്ടികളെ പോലെ ഓടി നടക്കണം അദ്ദേഹം. പഴയ കാലത്ത് മായമില്ലാത്ത നല്ല ഭക്ഷണം കഴിച്ചതിൻ്റെ ആരോഗ്യമാണ്. ഒരു ക്ലാപ്പ് കൊടുക്കുക നമ്പ്യാർക്ക്. ഇതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരുപാട് പേരുണ്ട് എന്നെ സ്നേഹിക്കുന്നവർ ഇവിടെ എത്തിപ്പെട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി കളി തുടങ്ങുകയാണ് മക്കളെ, കളി തുടങ്ങാം. ആദ്യം നമുക്കൊരു ട്രെയിൻ ഇവിടെ ഈ സ്കൂളിൽ നിന്ന് എറണാകുളത്തേക്ക് ഒരു ട്രെയിൻ പോകാൻ പോവാണേ മക്കളെ. ട്രെയിൻ ഓടിക്കാം. ട്രെയിൻ ഓടിക്കണമെങ്കിൽ നിങ്ങളാണ് ഓടിക്കേണ്ടത്, ഞാനല്ല. എങ്ങനെ ഓടിക്കാന്നറിയോ? ഈ ഭാഗത്തിരിക്കുന്ന അമ്മമാരും കുട്ടികളും അച്ഛന്മാരും എല്ലാവരും എൻ്റെ ഈ കയ്യിലേക്ക് ശ്രദ്ധിക്കണേ. കയ്യിലൊന്നും പാടില്ല കേട്ടോ. കയ്യിൽ മൊബൈൽ ഫോണൊക്കെ താഴെ വെക്കണം എല്ലാവരുമേ. ഈ കയ്യിലേക്ക് ശ്രദ്ധിക്കണേ. ഈ ഭാഗത്തിരിക്കുന്ന എല്ലാവരും എൻ്റെ ഈ കയ്യിലേക്ക് ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ കൈപ്പത്തി പൂട്ടി വെച്ചിരിക്കുകയാണ്. ഈ കൈപ്പത്തി ഞാൻ തുറക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാപ്പ് ചെയ്യണം. ഒറ്റ ക്ലാപ്പ്, ടേ എന്നെ അടിക്കാവൂ. കുട്ടികളും അമ്മമാരൊക്കെ ചേർന്ന് അടിക്കണം. അമ്മമാരൊക്കെ കുട്ടികളുടെ കൂടെ കൂടണം കേട്ടോ. കുറച്ച് നേരം നിങ്ങൾ കുട്ടികളായിക്കോളൂ. ആ പഴയ കാലത്തേക്ക് നമുക്കൊന്ന് പോവാലോ കേട്ടോ. അപ്പൊ ഈ ക്ലാപ്പ് കൈ ഇപ്പം ഞാൻ പൂട്ടി വെച്ചിരിക്കുകയാണ്. കൈ തുറക്കുമ്പോൾ ടേ എന്ന് പറഞ്ഞ് അടിക്കണം. ഒന്ന് അടിച്ചു നോക്കൂ. ഇടത് ഭാഗത്തുള്ള എല്ലാവരും അടിച്ചു നോക്കൂ. റെഡി, 1 2. വെരി ഗുഡ്. ഇനി വലത് ഭാഗത്ത് ഞാൻ കൈ തുറക്കുമ്പോൾ അടിക്കണേ. 2 3. ഒന്നുകൂടെ. ഓക്കെ, ഇനിയാണ് ട്രെയിൻ പോകാൻ പോണത്. നമ്മൾ ഇത്രയും പേര് വിചാരിച്ച മനോഹരമായിട്ടൊരു ട്രെയിന് ഇവിടുന്ന് എറണാകുളത്തേക്ക് പോകും, കാണാൻ പോവാണ്. ആരും ചിരിക്കണ്ട, ശബ്ദം ഉണ്ടാക്കേണ്ട, കയ്യടി മാത്രം മതി. കയ്യടി തെറ്റിക്കരുത്. താളം തെറ്റിയ ട്രെയിൻ പാളം തെറ്റും. പാളം തെറ്റിയ ട്രെയിൻ എവിടെയെങ്കിലും പോയി മറയും, നമ്മളൊക്കെ മയ്യത്താവും. അത് പാടില്ല. കൃത്യമായിട്ട് ഓടിക്കണം. റെഡി? അപ്പൊ ട്രെയിൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ചൂളം വിളിക്കും. ഞാൻ ചൂളം വിളിക്കും. ചൂളം വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൈകൾ ഉയരും. കൈ തുറക്കുന്നതിനനുസരിച്ച് മാത്രം നിങ്ങൾ ക്ലാപ്പ് ചെയ്യുക കേട്ടോ. ഇപ്പൊ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി? കണ്ടോ? ഈ ട്രെയിൻ കുറച്ച് ദൂരം പിന്നിട്ട് കഴിഞ്ഞാൽ ട്രെയിനിന്റെ സ്പീഡ് മാറും. സ്പീഡ് മാറുമ്പോൾ ട്രെയിനിന്റെ താളം മാറും. ആ താളം എങ്ങനെയാണെന്നറിയോ? ഞാൻ കൈ കൊട്ടാം, അതുപോലെ നിങ്ങൾ കൈയടിക്കണം കേട്ടോ. എല്ലാവരും അടിച്ചോണ്ടിരിക്കോ? ഓക്കെ, അപ്പം കുറച്ച് നേരം കയ്യൊക്കെ അടിച്ചപ്പം ഒരു ട്രെയിനിന്റെ അല്ലെ മക്കളെ ഇഷ്ടായോ? ഹലോ, ഹായ്. ശരി, ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ ആദ്യം ഞാൻ ആലോചിച്ചു ട്രെയിനിൽ വരണ്ട, ഹെലികോപ്റ്ററിൽ വരാം. ഈ ട്രെയിനാകുമ്പോഴും ചില സ്ഥലത്തൊക്കെ പിടിച്ചിടും. അപ്പൊ ഹെലികോപ്റ്ററിൽ വരാം എന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ ഞാനൊരു ഹെലികോപ്റ്ററിലാണ് നിങ്ങളുടെ സ്കൂളിലേക്ക് വന്നതെങ്കിൽ ഈ സ്കൂളിന്റെ മുകളിൽ എത്തിയപ്പം ഇവിടെ ഒന്നും ഇറങ്ങാൻ ഒരു സ്ഥലമില്ല, ഗ്രൗണ്ട് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഹെലികോപ്റ്റർ തിരിച്ചു പോവുകയാണേ. കണ്ടോളെ മക്കളെ, ഹെലികോപ്റ്ററിലാണ് വരുന്ന ഞാൻ.
ഹെലികോപ്റ്റർ. വിമാനം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇവിടുത്തെ വിമാനത്താവളത്തിൽ പോയിട്ടുണ്ടോ? മട്ടന്നൂരുള്ള ഇതിനോട് ഗെയിൻ കൊടുക്കും. വിമാനത്താവളത്തിൽ പോകുമ്പോൾ വിമാനത്താവളത്തിൽ ചെന്നാലേ ഈ വിമാനത്തിലുണ്ടല്ലോ മക്കളെ ഒരു അഹങ്കാരമുണ്ട്. എന്താ അറിയോ? ആകാശത്തൂടെ പറക്കുമ്പോൾ എനിക്ക് 2 ചിറകുണ്ട്, ആ ചിറക് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറക്കണത് എന്നൊരു അഹങ്കാരമുണ്ട് ഓരോ വിമാനത്തിനും. പക്ഷേ ഭൂമിയിൽ ഇറങ്ങാൻ നേരം ഏതൊരു വിമാനത്തിന്റെയും അഹങ്കാരം നിൽക്കും. കാരണം എന്താണെന്നറിയോ? ഭൂമിയിൽ ഇറങ്ങാൻ നേരം വിമാനം ഇറങ്ങുന്ന സ്ഥലത്തിന്റെ പേരെന്താ മക്കളെ? റൺവേ. എന്താണ് റൺവേ? റൺവേയിൽ വന്ന് ഇറങ്ങാൻ നേരം വിമാനത്തിന് 3 ചക്രം വേണം. 3 ചക്രമില്ലാതെ ഒരു വിമാനത്തിനും ഭൂമിയിൽ ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ ഭൂമിയിലേക്ക് ഇങ്ങനെ താഴ്ന്ന് പറക്കുന്ന സമയത്ത് വിമാനത്തിന്റെ വയറിന്റെ ഉള്ളിൽ നിന്ന് പള്ളേന്റെ ഉള്ളിൽ നിന്ന് 3 വലിയ ചക്രങ്ങൾ അങ്ങോട്ട് പുറത്തു വരും. എന്നിട്ട് ഈ ചക്രത്തിലാണ് വിമാനം ഓടി വന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഇറങ്ങാൻ നേരം വിമാനത്തിന്റെ അഹങ്കാരമൊക്കെ പോയിട്ട് വിമാനം ഓട്ടോറിക്ഷയായിട്ട് മാറും. അല്ലേ? 3 ചക്രമുള്ളത് ഓട്ടോറിക്ഷയ്ക്കല്ലേ? അങ്ങനെ വിമാനം വന്ന് നിൽക്കുമ്പോൾ ഇതേപോലെ ശബ്ദം ഉണ്ട്. എങ്ങനെയാണെന്നറിയോ? കേട്ടിട്ടുണ്ടോ? അങ്ങനത്തെ ശബ്ദം കേട്ടിട്ടുണ്ടോ? പറന്നു പോകുമ്പോൾ ഇതുപോലെ ശബ്ദം ഉണ്ടായിക്കൊണ്ടാ പോവാ. വിമാനമായിട്ടാ. ഞാനിവിടെ വന്നപ്പോൾ കുറച്ച് പിള്ളേർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ കാക്കയുടെ ശബ്ദം ഉണ്ടാക്കണം കേട്ടോ, ഞങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ശബ്ദങ്ങൾ ഉണ്ടാക്കും, അതെന്താന്ന് കുട്ടികൾ പറഞ്ഞാൽ മതി കേട്ടോ. റെഡി? അതെന്താ? കിളി. ഇനി എന്താ? ആരും പറഞ്ഞില്ല. അല്ല, കോളിംഗ് ബെല്ലാണ്. അയ്യേ, എന്റെ വീട്ടിലെ കോളിംഗ് ബെല്ല് അങ്ങനെയാ. ഞാൻ എൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് കോളിംഗ് ബെല്ല് അടിക്കും. അപ്പൊ എൻ്റെ അമ്മ വന്ന് വാതിൽ ഓർക്കും, കറണ്ട് വന്നോ മോനെ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, കറണ്ട് അല്ല അമ്മേ, ഞാനാ വന്നത്. ഇതാ ഇനി കണ്ടോ? എല്ലാം ആയിട്ടാ. ആനയെ കണ്ടിട്ടുണ്ടോ? ആനയെ കണ്ടിട്ടുണ്ടോ? ആന ചിഹ്നം വിളിക്കണമെന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടാ? എങ്ങനെയാ ആന ചിഹ്നം വിളിക്കണേ? ഉമ്പേന്നോ? അതാരാ ഉമ്പേന്ന് പറഞ്ഞേ? ഉമ്പേന്നാണോ ആന ചിഹ്നം വിളിക്കുക? അയ്യേ, കണ്ണൂരിലെ ആനയ്ക്ക് ഉമ്പേന്ന ചിഹ്നം വിളിക്കുക. ഞങ്ങളവിടെയൊക്കെ പശുവാണ് ഉമ്പേന്ന് പറയാ. ആന ചിഹ്നം വിളിക്കണ ഉമ്പേന്നല്ല, ആന ചിഹ്നം വിളിക്കണം. കേൾക്കണം, പേടിക്കരുത്. പേടിക്കണേ അടുത്തുള്ള ആളെ പിടിച്ചു നിന്നോ, അല്ലെങ്കിൽ പേടിയോ. ആന ചിഹ്നം വിളിക്കാൻ പോവാ മകളെ. ഇങ്ങനെ ആന ചിഹ്നം വിളിക്കുമ്പോ ആനയുടെ മുന്നിലൊന്നും പോയി നിൽക്കരുത് കേട്ടോ, നമ്മൾ തെറിച്ചു പോകും കേട്ടോ. അത്ര സ്പീഡിലൊന്നും പോകാൻ പാടില്ല. ആ ചേട്ടൻ ആ ലോറിയുടെ അടിയിൽ കിടക്കുക. അപ്പൊ അത്ര സ്പീഡിലൊക്കെ പോകാൻ പാടുണ്ടോ ബൈക്കില്? അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് മിമിക്രി ഉണ്ടായത്. മിമിക്രിയൊക്കെ നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാം, ആരും പഠിപ്പിക്കൊന്നും വേണ്ട. നമ്മൾ പ്രകൃതിയെ നന്നായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മിമിക്രിയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ശരി, ഇനി നമുക്കൊരു പാട്ട് പാടിയാലോ? ഒരു അടിപൊളി പാട്ട്, എല്ലാവരും എന്റെ കൂടെ ഏറ്റു പാടണേ കേട്ടോ. ഡാൻസ് ഒക്കെ കളിച്ച് പാടണം നമുക്ക്. എനിക്ക് തരുമോ കണക്ഷൻ? പാട്ട് എല്ലാവരും എന്റെ കൂടെ ഏറ്റു പാടണം. നിങ്ങൾക്കൊക്കെ അറിയുന്ന പാട്ടാണ്. മണ്ണിന്റെ മണമുള്ള മലയാളത്തിന്റെ ഗന്ധമുള്ള വിയർപ്പിന്റെ രുചിയുള്ള പാട്ടുകളാണ് നാടൻ പാട്ടുകൾ, നമ്മുടെ പാട്ടുകൾ. നാടൻ പാട്ടുകൾ പാടുമ്പോൾ ആർക്കും വെറുതെ ഇരിക്കാൻ പറ്റില്ല. നാടൻ പാട്ട് പാടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് താളം വെക്കും, നമ്മൾ കൈയടിക്കും, നമ്മൾ തലകുലുക്കും, നമ്മൾ ഏറ്റുപാടും, അതൊക്കെ ഉണ്ടാവണം കേട്ടോ.
തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി. കേൾക്കണോ പ്രിയ കുട്ടിയോളെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി. അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചി നടി മുഖം കണ്ട്, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട്. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചി നടി മുഖം കണ്ട്, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട്. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊല്ലം കണ്ട് ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ട്, അവൾ അമ്പലപ്പുഴ വേലയും കണ്ട്. കൊല്ലം കണ്ട് ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ട്, അവൾ അമ്പലപ്പുഴ വേലയും കണ്ട്. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. അവൾ അംഗം വെട്ടണ വേലയും കണ്ട്, ആരോമൽ ശേഖവരുടെ പെങ്ങളാകുമുണ്ണിയാച്ച, അവൾ അംഗം വെട്ടണ വേലയും കണ്ട്. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. മുത്തു കണ്ട് ചിരിച്ചു കണ്ട് മുത്തോല കുടയും കണ്ട്, ഒരു മുത്തു നിൽക്കണ പെണ്ണിനെ കണ്ട്. മുത്തു കണ്ട് ചിരിച്ചു കണ്ട് മുത്തോല കുടയും കണ്ട്, ഒരു മുത്തു നിൽക്കണ പെണ്ണിനെ കണ്ട്. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, പഴനി കണ്ട് ശബരിമലയും കണ്ട്, ഒരു തപസ്സിരിക്കണ പെണ്ണിനെ കണ്ട്. പള്ളി കണ്ട് പഴനി കണ്ട് ശബരിമലയും കണ്ട്, ഒരു തപസ്സിരിക്കണ പെണ്ണിനെ കണ്ട്. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ
മണപ്പുറത്ത് ശിവരാത്രി മഹോത്സവം കണ്ട് അവൾ ആലുവ പുഴയും കണ്ട്. ആലുവ മണപ്പുറത്ത് ശിവരാത്രി മഹോത്സവം കണ്ട് അവൾ ആലുവ പുഴയും കണ്ട്. പ്രിയ കൂട്ടരെ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ. അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നു ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി. തുഞ്ചൻ പറമ്പിൽ നിന്നു ഒരു പഞ്ചവർണ്ണ കിളി ചൊല്ലി. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ. അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ. അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ. നല്ലൊരു കൈയ്യടി എല്ലാവരും. എനിക്കല്ല, ഈ മക്കൾക്ക് കൈ. പാട്ടെല്ലാവർക്കും ഇഷ്ടമായോ? ഒന്നുകൂടി കൈയ്യടി, ഒരു നല്ല കൈയ്യടിയാണ് എല്ലാവരും. പറയാം കഥയുണ്ട്. ശരി, ഇനി അമ്മമാരും അച്ഛന്മാരൊക്കെ കണ്ണുകൂട്ടിക്കോളൂ. കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഞാനൊരു കഥ പറയാൻ പോകാം. കഥ പറയാം. മക്കളെ, നമുക്ക് കയ്യിൽ എത്ര വിരലുകളാണല്ലേ? 10 വിരലുകൾ അല്ലേ? ഈ 10 വിരലുകളുടെ ഈ വിരലിന്റെ പേരെന്താ? എന്ത് വിരല്? ചൂണ്ടുവിരല. ഇതാ ഇതിന് പൊതുവേ ഈ വിരലിന് പറയുന്ന പേര് അപ്പം വിരൽ, അല്ലെങ്കിൽ തള്ളവിരൽ. അപ്പനുമാണ് തള്ളയുമാണ്. ടീച്ചറെ ആ വെള്ളം. അപ്പം വിരൽ അല്ലെങ്കിൽ തള്ളവിരൽ. ഈ വിരലിന്റെ പേരെന്താ? ചൂണ്ടുവിരൽ. ഇതോ നടുവിരൽ. ഇതോ മോതിരവിരൽ. ഇതോ ചെറുവിരൽ. ഇനിയാണ് കഥ തുടങ്ങാൻ പോണത്. ഒരു ദിവസം ഒരു വീട്ടില് ഒരു മോള് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് രാവിലെ സ്കൂളിൽ പോകേണ്ട സമയമായിട്ട് എണീറ്റിട്ടില്ല. അപ്പൊ അമ്മ പോയിട്ട് മോളെ വിളിച്ചു. മോളെ എഴുന്നേക്ക്, സ്കൂളിൽ പോണ്ടേ? അപ്പൊ സാധാരണ കുട്ടികൾ രാത്രി കുറെ നേരം ശബ്ദിക്കരുത്, സംസാരിക്കാൻ പാടില്ല, കഥ കേൾക്കണം, നിങ്ങൾക്ക് വേണ്ടിയ കഥ പറയണം. അപ്പൊ ഈ കുട്ടി, സാധാരണ കുട്ടികള് രാവിലെ എണീറ്റ് കഴിഞ്ഞാലേ അമ്മയ്ക്ക് വിളിച്ച് എണീക്ക അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കണ്ണിൽ ഇങ്ങനെ 2 കൈയും വെച്ചിട്ട് ഇങ്ങനെ ആക്കും. കണ്ണിങ്ങനെ തുറക്കണം, സ്ക്രൂ കൊടുത്ത് തുറക്കുക. കുറെ നേരം ഉറങ്ങിയ കണ്ണല്ലേ, അപ്പൊ അതിങ്ങനെ സ്ക്രൂ കൊടുത്ത് തുറക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കും. ഈ കുട്ടി അങ്ങനെ കാണിച്ചപ്പോ കുട്ടിക്ക് എന്തോ ഒരു പന്തികേട്. സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം കിട്ടിയില്ല. കുട്ടി കണ്ണു തുറന്ന് നോക്കിയപ്പോ എന്താ കണ്ടെന്നറിയോ? കുട്ടിയുടെ കയ്യില് 10 വിരലുമില്ല. വിരലുകളൊക്കെ ഡിസപ്പിയറായി, അപ്രത്യക്ഷപ്പെട്ടു. കുട്ടി ഒരൊറ്റ കരച്ചില് അമ്മ ഓടി വന്നു. എന്താണ്? കുട്ടിയുടെ 10 വിരലും ഇങ്ങനെ കാണിച്ചു കൈ. അമ്മേ, എന്റെ കയ്യിൽ ഒറ്റ വിരലും ഇല്ല അമ്മേ എന്ന് പറഞ്ഞ് കരഞ്ഞു. ഉടനെ അമ്മ പറഞ്ഞു, ഇതിനാണോ നീ നിലവിളിച്ചു? ഇങ്ങോട്ട് നോക്കിയേ എന്ന് പറഞ്ഞ് അമ്മയുടെ കൈ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് കുട്ടിക്ക് അത്ഭുതം മനസ്സിലായത്. അമ്മയുടെ കയ്യിൽ ഒറ്റ വിരലുമില്ല. ഇത് കണ്ടപ്പോ മോൾക്ക് ഭയങ്കര അതിശയം. മോള് ചോദിച്ചു, അമ്മേ നമ്മുടെ വിരലൊക്കെ എവിടെ പോയി അമ്മേ? അപ്പൊ അമ്മ പറഞ്ഞു, അറിയില്ല മോളെ, രാത്രി ഉറങ്ങണ വരെയൊക്കെ ഉണ്ടായിരുന്നു, രാവിലെ എണീറ്റപ്പോ ഒറ്റ വിരലേയും കാണുന്നില്ല. മക്കൾ കുറച്ചുകൂടി പുറകോട്ട് തന്നെ, അങ്ങോട്ട് നിൽക്കും, കുറച്ചുകൂടി പുറകോട്ട്. ഇതാ ടീച്ചർമാരെ പറയുന്നല്ലോ, അങ്ങോട്ട് പോയി കേട്ടോ.
നിങ്ങൾ തൊട്ടടുത്ത് വന്നാൽ നിങ്ങൾ ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കേണ്ടി വരും. മക്കളെ അങ്ങോട്ട് അങ്ങോട്ട്. അപ്പൊ എന്താ കാര്യം ചോദിച്ചപ്പോഴേ എന്താ കാര്യം അറിയോ? അമ്മയുടെ കാര്യം വരില്ല. അപ്പൊ കുട്ടി ഓടിപ്പോയിട്ട് അച്ഛൻ്റെ തോന്നുന്നു, അച്ഛാ എനിക്കും അമ്മയ്ക്കും എന്ന് പറയുമ്പോഴേക്കും അച്ഛനും കൈ കാണിച്ചു. എന്റെ കയ്യിലില്ല മോളെ വരില്ലെന്ന് പറഞ്ഞു. അപ്പൊ ആർക്കും വരലില്ല. അപ്പൊ കുട്ടി അച്ഛനോട് ചോദിച്ചു, അച്ഛാ നമ്മുടെ വിരലൊക്കെ എവിടെ പോയി? അച്ഛൻ പറഞ്ഞ അറിയില്ല. അപ്പൊ കുട്ടി ചോദിച്ചു, നമുക്ക് മാത്രമാണോ അച്ഛാ വിരലില്ലാത്തത്? അടുത്ത വീട്ടിലൊക്കെ ഉണ്ടോ? അപ്പൊ അച്ഛൻ പറഞ്ഞ അച്ഛൻ അറിയില്ല, നമുക്ക് വിളിച്ചു നോക്കാം. എന്നിട്ട് അച്ഛൻ അടുത്ത വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചു, മുഹമ്മദ് ഖാ അവിടെ എല്ലാവർക്കും വിരലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ മുഹമ്മദ് ഖാ ഇല്ല ഇല്ല ഭാസ്കര, രാത്രി വരണ്ടേ, രാവിലെ എന്റെ ഒറ്റ വിരലും കാണുന്നില്ല. ഇപ്പുറത്തെ വീട്ടിലേക്ക് വിളിച്ചു, ജോസേട്ടാ അവിടെ എല്ലാവർക്കും വിരലുണ്ടോ? ജോസേട്ടൻ പറഞ്ഞു ഇല്ലേട്ടാ, രാവിലെ എന്റെ ഒറ്റ വിരലും കാണുന്നില്ല, വിരലുകളൊന്നുമില്ല. കുട്ടി ഇങ്ങനെ ഓടി നടക്കുമ്പോഴേ വീട്ടിന്റെ മേശപ്പുറത്ത് ഒരു കത്ത് എഴുതി വെച്ചിരിക്കുന്നു. ആ കത്തിൽ എന്താണെന്നറിയോ? കത്തുകള് വിരലുകൾ എഴുതി വെച്ച കത്ത. പ്രിയപ്പെട്ട വീട്ടുകാർക്ക്, ഞങ്ങൾ വിരലുകൾ ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിന് പങ്കെടുക്കാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ജീവിക്കണം 3 ദിവസം എന്ന് പറഞ്ഞാണ് കത്ത്. ഇത് കേട്ട ഉടനെ കുട്ടി ചോദിച്ചു, അച്ഛൻ ഞാൻ എങ്ങനെയാ നീ സ്കൂളിൽ പോവുക? അപ്പൊ അച്ഛൻ പറഞ്ഞ സ്കൂളിൽ പോണ്ട. സ്കൂളിൽ പോയിട്ട് നീ എങ്ങനെ എഴുതുക വിരലില്ലാതെ? നീ എങ്ങനെയാ ബാഗ് തൂക്കുക? നീ എങ്ങനെയാ ഭക്ഷണം കഴിക്കുക? പോണ്ടാന്ന് പറഞ്ഞു. കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. രംഗം 2, തിരുവനന്തപുരത്ത് ഓൾ കേരള ഫിംഗേഴ്സ് അസോസിയേഷന്റെ സമ്മേളനം നടക്കുകയാണ്. അപ്പൊ അവസാന ദിവസം അവിടെ ചാനലുകാരൊക്കെ വന്നിട്ടുണ്ട്. ഏഷ്യാനെറ്റും കൈരളിയും ചാനൽ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും വിരലൊന്നുമില്ല. ക്യാമറ ഇങ്ങനെയൊക്കെ പിടിച്ചിങ്ങനെ വന്നിരിക്കുക. അപ്പൊ അവിടെ ഒരു ലഹളം നടക്കുന്നു. ലഹളം നടക്കുന്നിടത്തേക്ക് എല്ലാവരും വിളിച്ചു. എന്താണെന്നറിയോ? ഈ 5 പേരിലെ നേതാക്കന്മാരും 5 പേരിലെ നേതാക്കന്മാർ വാദിക്കുകയാണ്. ആരാണ് പ്രസിഡന്റ് ആവാന്ന് വെച്ചാൽ തർക്കം നടക്കുകയാണ് അവിടെ. അപ്പൊ അപ്പം വിരൽ പറഞ്ഞു, അപ്പതാ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയ നിങ്ങൾ ആ 4 പേരെയും ഞാൻ നോക്കണത് കണ്ടോ? ഒറ്റയ്ക്കാ ഒരു ഭാഗത്ത്, നിങ്ങളുടെ 4 പേരുടെ ശക്തി അനക്കി, അതുകൊണ്ട് പ്രസിഡന്റ് ഞാനാവും. ഉടനെ നടുവിൽ പറഞ്ഞു, അപ്പാ എന്താ അപ്പ ഈ പറയുന്നത്? അപ്പ വിരലെന്നൊക്കെ പറഞ്ഞ അല്ല, പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഐറ്റം വെയിറ്റ് ഒക്കെ വേണ്ട. അപ്പ കണ്ടോ അപ്പ വിരലുകളൊക്കെ കുത്തനെ വെച്ച ഉയരം കൂടി ഗോപുരം പോലെ നിൽക്കുന്ന ആരാപ്പ? ഞാനല്ലേ അപ്പ, അതുകൊണ്ട് ഞാനാവാപ്പ പ്രസിഡന്റ്. ഉടനെ മോദിന്റെ വല്ലതെന്ന് പറഞ്ഞു, വാട്ട് നോൺസെൻസ് ആർ യു സ്പീക്കിംഗ് മിസ്റ്റർ നടുവിരൽ? നീ എന്ത് വർത്തമാനാ പറയുന്നത്? വിലപിടിപ്പുള്ള മോതിരങ്ങളൊക്കെ സ്വർണ്ണ മോതിരങ്ങൾക്ക് അണിയുന്നത് എന്റെ വിരലല്ലേ, ഞാനാവാം പ്രസിഡന്റ്. ഉടനെ ചൂണ്ടുവല്ലോ, കുറെ നേരമായി ഞാൻ കേൾക്കുന്നു, അപ്പനാണത്രേ, ഗോപുരമാണത്രേ, ഒരു അനീതി കണ്ട ചൂണ്ടണമെങ്കിൽ ഞാൻ തന്നെ വേണ്ടേ എന്ന് ചോദിച്ചു ചൂണ്ടുവരൽ. ഇനി ഒരാൾ കൂടി വരാനുണ്ട്, ചെറുവരൽ. ചെറുവരൽ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അപ്പൊ ചെറുവരൽ അണികളൊക്കെ പോയി പറ എന്ന് പറഞ്ഞപ്പോ ചെറുവരൽ വന്ന് പറഞ്ഞു, അതെ നിങ്ങളൊക്കെ പറയുന്നത് പോലെ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാൻ എന്റെ കയ്യിലില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തെ ആദ്യം കാണുക ഞാനാണ്, ദൈവം ആദ്യം കാണുക എന്നെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മറ്റു വിരലുകൾക്കൊക്കെ ദേഷ്യപ്പെട്ടു. എങ്ങനെയാണ് നിങ്ങൾ ആദ്യം ദൈവം കാണുന്നതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടപ്പോ ചെറുവരൽ എന്താ പറഞ്ഞറിയാം? മക്കളെ എല്ലാരും ഒന്ന് കൈകൂപ്പുവോ എന്ന് ചോദിച്ചു. എല്ലാരും ഒന്ന് കൈകൂപ്പിക്കേ. ദൈവത്തിന്റെ മുമ്പിൽ കൈകൂപ്പുമ്പോ ഏറ്റവും മുമ്പിൽ ഞാനാണ്. കണ്ട? അപ്പൊ ദൈവം ആദ്യം കാണുക എന്നെയാണ്. നിങ്ങളൊക്കെ എന്റെ പുറകിൽ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അപ്പൊ ദൈവത്തെ ആദ്യം കാണുന്ന ഞാനായതുകൊണ്ട് ഞാനായിക്കോട്ടെ പ്രസിഡന്റ് എന്ന് ചോദിക്കലും മറ്റുള്ള വിരലുകളൊക്കെ ചെറുവിരലെടുത്ത് മാനത്തേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞു, നീ തന്നെയാവട്ടെ പ്രസിഡന്റ്. പിറ്റേന്ന് പത്രത്തിൽ വാർത്ത വന്നു, വിരലുകളുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു, ചെറുവിരൽ പ്രസിഡന്റ്. ഈ കഥ എന്നോട് പറഞ്ഞത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയായ കുഞ്ഞിനി മാഷാണ്. കുഞ്ഞിനി മാഷ് പറഞ്ഞ കഥയാണ്. ഈ ചെറുവിരൽ എന്ന് പറയുന്നത് കുട്ടികളുടെ പ്രതീകമാണ് കേട്ടോ. ചെറിയ കുട്ടികളാണ് അത്ര ചെറുവിരൽ. അവരെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ പ്രാർത്ഥനയാണ് അത്രേ ആദ്യം ദൈവം കേൾക്കുക. പിന്നെയാണ് പുറകിലിരിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും അമ്മാവന്റെയും വല്യച്ഛൻ്റെ ഒക്കെ പ്രാർത്ഥന കേൾക്കുന്നത്. ആദ്യം കുട്ടികളുടെ പ്രാർത്ഥന കേൾക്കുക. കുഞ്ഞിനി മാഷ് പറഞ്ഞ കഥ ഒരു ഇത്തിരി മിമിക്രി കരുതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരി, എന്താ പറഞ്ഞേ? ഒരു പാട്ട് കൂടി പാടണം. ഒറ്റ പാട്ട് കൂടിയാ മതിയല്ലോ. ആ ശരി, ഒറ്റ പാട്ട് കൂടെ ഒരു പാട്ട് കൂടെ കുട്ടികൾക്ക് പാടി കൊടുത്തിട്ട് ശരി ശരി റെഡി.
തെയ്യോ ദിനോ തെയ്യന്താര തക 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 തെയ്യോ ദിനോ തെയ്യന്താര തെയ്യോ ദിനോ തെയ്യന്താര തക 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 തെയ്യോ ദിനോ തെയ്യന്താര ഞാനുണ്ടടിയനും കൂടെ തോട്ടുവരമ്പെ പോകുമ്പോ തോട്ടുവരമ്പത്തുണ്ടൊരു ജനത്തണ്ടൻ ജനച്ചണ്ടൻ ചില്ലിക്കൊണ്ട് പാഞ്ഞെടുത്തു വന്നപ്പോൾ മുളവടി പോലൊരു ചെറുവടി കൊണ്ടെന്റെ മോച്ചം വന്നേ തെയ്യോ ദിനോ തെയ്യന്താര തക 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 തെയ്യോ ദിനോ തെയ്യന്താര തെയ്യോ ദിനോ തെയ്യന്താര തക 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 തെയ്യോ ദിനോ തെയ്യന്താര വെള്ളക്കാരൻ സൈപ്പമ്രാക്കള് വല്ലാത്തൊരു സൂത്രക്കാരൻ ചേർച്ച പോലൊരു ജീവന്റെ എല്ലട കൂകിപ്പായണത് വെള്ളക്കാരൻ സൈപ്പമ്രാക്കള് വല്ലാത്തൊരു സൂത്രക്കാരൻ ചേർച്ച പോലൊരു ജീവന്റെ എല്ലട കൂകിപ്പായണത് തെയ്യോ ദിനോ തെയ്യന്താര തക 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 തെയ്യോ ദിനോ തെയ്യന്താര തെയ്യോ ദിനോ തെയ്യന്താര തക 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 തെയ്യോ ദിനോ തെയ്യന്താര കണ്ട കേറാൻ തോന്നും പെണ്ണിനെ കണ്ട കെട്ടാൻ തോന്നും പെണ്ണിന്റെ അപ്പന്റെ മോന്ത കണ്ട ചാവിട്ടാൻ തോന്നേ പഠിപ്പുര കണ്ട കേറാൻ തോന്നും പെണ്ണിനെ കണ്ട കെട്ടാൻ തോന്നും പെണ്ണിന്റെ അപ്പന്റെ മോന്ത കണ്ട ചാവിട്ടാൻ തോന്നേ തെയ്യോ ദിനോ തെയ്യന്താര തക 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 തെയ്യോ ദിനോ തെയ്യന്താര തെയ്യോ ദിനോ തെയ്യന്താര തക 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 തെയ്യോ ദിനോ തെയ്യന്താര കുണ്ടില പൊട്ടച്ചേമ്പേ ഇജ്ജനോട് കളിക്കണ്ട ഇജ്ജനോട് കളിച്ചെന്നാലേ കെട്ടിക്കേ അന്നെ കാട്ടും വല്യോനാണ്ട കുറ്റക്കാരൻ കുഞ്ഞാപ്പാട അന്ന ഞമ്മള് കൊണ്ടുപോകും കോഴിക്കോട്ടേക്ക് തെയ്യോ ദിനോ തെയ്യന്താര തക 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 തെയ്യോ ദിനോ തെയ്യന്താര തെയ്യോ ദിനോ തെയ്യന്താര തക 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 തെയ്യോ ദിനോ തെയ്യന്താര അക്കരെ നിൽക്കണ പുള്ളിപ്പയ്യെ ഇക്കണ നിൽക്കണ കൂട്ടമ്പൂര് ആ പയ്യനെ കണ്ടിട്ടല്ലട മുക്കറടിക്കണത് അക്കരെ നിൽക്കണ പുള്ളിപ്പയ്യെ ഇക്കരെ നിൽക്കണ കൂട്ടമ്പൂര് ആ പയ്യനെ കണ്ടിട്ടല്ലട മുക്കറടിക്കണത് തെയ്യോ ദിനോ തെയ്യന്താര തക 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 തെയ്യോ ദിനോ തെയ്യന്താര തെയ്യോ ദിനോ തെയ്യന്താര തക 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 തെയ്യോ ദിനോ തെയ്യന്താര കിയോ കോഴിക്കുഞ്ഞെ പപ്പും തോല് മുളച്ചിട്ടില്ല ആ കോഴി കൂകിയാലെങ്ങനെ നേരം വേളക്ക് കിയോ കോഴിക്കുഞ്ഞെ പപ്പും തോല് മുളച്ചിട്ടില്ല ആ കോഴി കൂകിയാലെങ്ങനെ നേരം വേളക്ക് തെയ്യോ ദിനോ തെയ്യന്താര തക 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 തെയ്യോ ദിനോ തെയ്യന്താര തെയ്യോ ദിനോ തെയ്യന്താര തക 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 തെയ്യോ ദിനോ തെയ്യന്താര പോയി വരേണം പാണ്ടിക്കിണ്ണം കൊണ്ടുവരേണം ഇപ്പ പാടിയ പാട്ടുകാരന് കഞ്ഞി കൊടുക്കാലോ പാലക്കാട് പോയി വരേണം പാണ്ടിക്കിണ്ണം കൊണ്ടുവരേണം ഇപ്പ പാടിയ പാട്ടുകാരന് കഞ്ഞി കൊടുക്കാലോ തെയ്യോ ദിനോ തെയ്യന്താര തക 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 തെയ്യോ ദിനോ തെയ്യന്താര തെയ്യോ ദിനോ തെയ്യന്താര തക 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 തെയ്യോ ദിനോ തെയ്യന്താര പഠിച്ചതല്ല എഴുതി പഠിച്ചതല്ല നാവിൻ്റെ തുമ്പത്തുള്ളൊരു കുത്തിത്തിരിപ്പാണേ പാടി പഠിച്ചതല്ല എഴുതി പഠിച്ചതല്ല നാവിൻ്റെ തുമ്പത്തുള്ളൊരു കുത്തിത്തിരിപ്പാണേ തെയ്യോ ദിനോ തെയ്യന്താര തക 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 തെയ്യോ ദിനോ തെയ്യന്താര
തിനന്തിന്നോറിയന്താര തകതക തെയ്യോ തിനന്തിന്നോറിയന്താര തെയ്യോ തിനന്തിന്നോറിയന്താര തകതക തെയ്യോ തിനന്തിന്നോറിയന്താര തെയ്യോ തിനന്തിന്നോറിയന്താര തകതക തെയ്യോ തിനന്തിന്നോറിയന്താര. ഓ ഓക്കെ ഓക്കെ പ്രിയമുള്ളവരെ, ഇനി കുട്ടികളുടെ ഒരുപാട് പരിപാടികളൊക്കെ നടക്കാനുണ്ട്. കുട്ടികളൊക്കെ എത്രയോ നേരമായിട്ട് വേഷമിട്ട് കാത്തിരിക്കുകയാണ്. അവരുടെ പരിപാടി കാണാൻ മാതാപിതാക്കൾ കാത്തിരിക്കുന്നത്. പിന്നെ എന്നെപ്പോലുള്ള കലാകാരന്മാർ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇതിലേക്ക് ചെയ്തത്. ഇത്തിരി നേരം കൂടുതൽ എടുത്തു പോയെങ്കിൽ ഞാൻ ക്ഷമിക്കണം. ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് നന്മയുണ്ടാവും. ടീച്ചർമാർക്ക് കുട്ടികളെ സ്നേഹത്തോടെ പഠിക്കാനുള്ള മനസ്സിലുണ്ടാവട്ടെ. മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളാണ്, അവർ വഴിതിരിഞ്ഞ് പോകാൻ പാടില്ല. അവർ നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളാണ്. ഓക്കെ, അടുത്ത വർഷവും സംസ്ഥാന ജലോത്സവത്തിന്റെ ട്രോഫി കണ്ണൂരിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കലാരംഗത്ത് ഇനിയും കലാരംഗത്ത് ഇനിയും ഒരുപാട് ഉയർച്ച എത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. നിങ്ങളെല്ലാവരെയും പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാവണം. വരാനിരിക്കുന്ന പരമായിട്ടുള്ള എപ്പിസോഡുകൾ, വരാനിരിക്കുന്ന എൻ്റെ സിനിമകളൊക്കെ കാണണം. എല്ലാവർക്കും ശുഭരാത്രി. ബൈ ബൈ. പോയതാ ഞാൻ എറണാകുളത്ത്. ബൈ ബൈ ബൈ. അപ്പം നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് വളരെ നല്ലൊരു പെർഫോമൻസ് ഇവിടെ കഴിഞ്ഞു. ഇനി വോട്ട് ഓഫ് താങ്ക്സ് ആണ്. എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത ഒരു പെർഫോമൻസ് ആണ് ഇവിടെ കാഴ്ചവെച്ചത്. വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ബീന മേനോനെ ആദരവ് കൊടുക്കുന്നു. Good evening, everyone. Respected dignitaries, honored guests, dear parents, and my dear students. A very good evening to everyone present here. As we come to the close of our gracious annual celebration